സി നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് സ്മോൾ g. If diameter of earth is reduced to 1/3 of its original value and mass remains unchanged, then the acceleration due to gravity on the surface of earth is dash times g. Okay. See, earth in the surface acceleration due to gravity small g തന്നിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്യാണ്? ഡയമീറ്റർ 1/3 ആവുകയാണ് അല്ലേ. ഡയമീറ്റർ 1/3 ആണെന്ന് വെച്ചാൽ റേഡിയസ് എന്തായിട്ടുണ്ടാവും? 1/3 ആയിട്ടുണ്ടാവും അല്ലേ. മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് റേഡിയസ് 1/3 ആവുകയാണ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ? എത്രയാവുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈക്വൽ ടു ക്യാപിറ്റൽ G m ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ് അല്ലേ. ഇവിടുന്ന് നമുക്ക് ആ ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എമ്മും കോൺസ്റ്റന്റ് ആണ്. അത് ഒഴിവാക്കിയാൽ G പ്രപ്പോർഷണൽ 1/r സ്ക്വയർ അല്ലേ. അങ്ങനെയാണ് സെക്കൻഡ് കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G2. ഫസ്റ്റ് കേസിൽ അത് G1ൻ്റെ വാല്യൂ G തന്നിട്ടുണ്ട്. ഈക്വൽ എന്താണ് വരിക? R1 ഡിവൈഡഡ് ബൈ R2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് G2 ഡിവൈഡഡ് ബൈ G ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സെക്കൻഡ് കേസിലെ റേഡിയസ് R2 എന്ന് പറയുന്നത് ഫസ്റ്റ് റേഡിയസ് R1ൻ്റെ 1/3 ആണ്. ഇവിടുന്ന് R1 ഡിവൈഡഡ് ബൈ R2 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ R1 ബൈ R2 3 എന്ന് 3 സ്ക്വയർ അല്ലേ. അപ്പോൾ G2 ഈക്വൽ എത്ര വന്നു? 9 ടൈംസ് G എന്ന് വന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്? 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മൾ 25 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അവസാനമൊക്കെ വന്നിരിക്കുന്നത് അല്ലേ.